സ്വർണ്ണവില 1 ലക്ഷത്തിനോട് അടുക്കുമ്പോൾ നാടാകെ കൂടി വരുന്ന ചില പോസ്റ്ററുകളുണ്ട്. അതാണ് ഈ കാണുന്നത്. വിളിച്ചാൽ എത്തും പണം, ഇനി ടെൻഷൻ അടിക്കണ്ട, മിന്നും പണം എന്നൊക്കെ പോസ്റ്ററുകൾ ഇറക്കിക്കൊണ്ടാണ് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനുള്ള സംഘം അവരുടെ കച്ചവടം വ്യാപിപ്പിക്കുന്നത്. അതായത് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ കഴിയാത്തവരെ മുതലെടുക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. പല വാഗ്ദാനങ്ങളുമായാണ് ഇലക്ട്രിക് പോസ്റ്റ് മുതൽ ചുമരുകൾ വരെ പരസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. പണയ സ്വർണമെടുത്ത് വിൽപ്പന നടത്തി ഉടൻ പണം നൽകുന്നത് മുതൽ മറ്റു ബാങ്കുകളിലേക്ക് മാറ്റിവെക്കുന്നതുൾപ്പെടെ വാഗ്ദാനങ്ങളുണ്ട്. ഈ കാണുന്നത് പോലെയുള്ള പോസ്റ്ററുകൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റിവെക്കുന്നതിനും സഹായം നൽകുമെന്നാണ്. അതായത് 1 ലക്ഷം രൂപയാണ്, 2.25 പവനാണ് ഇപ്പോൾ പണയത്തിലുള്ളത്. അപ്പോൾ എനിക്കൊരു മറ്റു ബാങ്കിലേക്ക് മാറ്റി വെക്കുകയായിരുന്നു വേണ്ടത്. ഈ ബാങ്കിൽ നിന്ന് എടുക്കാനുള്ള ക്യാഷ് ആദ്യം തരും. അതിനുശേഷം ഏത് ബാങ്കിലാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ക്യാഷ് ക്രെഡിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്ന ക്യാഷും ആദ്യം തന്ന ക്യാഷും പ്ലസ് 3500 രൂപയും കൂടി തിരിച്ചു തരണം. അതായത് ഒരു പവന് 3500 രൂപ എന്നാണോ? അതെയോ? മിനിമം ചാർജാണ് 3500. 2 ലക്ഷം മേലുള്ളതിന് എല്ലാത്തിനും 3%. പരസ്യങ്ങളിൽ പേരില്ല, ഓഫീസിന്റെ അഡ്രസ് ഇല്ല, ആകെയുള്ളത് ഫോൺ നമ്പർ മാത്രമാണ്. വിളിച്ചാൽ അരമണിക്കൂറിലെത്തി സ്വർണം തിരികെ എടുത്ത് പണം നൽകാമെന്നതാണ് ഉറപ്പ്. അതേ തുക തന്നെ കിട്ടും. സ്വർണം വിറ്റ് പണം നൽകുന്നതിന് പലർക്കും പല നിരക്കിലാണ് കമ്മീഷൻ. പണയം വെച്ചതിനേക്കാൾ ഇരട്ടി തുകയിലേക്ക് സ്വർണ്ണവില എത്തിയതോടെയാണ് ഇത്തരം സംഘങ്ങളെ സാധാരണക്കാർ ആശ്രയിക്കുന്നത്. അതേസമയം സ്വർണത്തിന് വില കൂടിയത് മുതലെടുത്ത പണയ വായ്പയ്ക്ക് മറവിൽ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഒരു ഫോൺ നമ്പർ മാത്രമാണ് ഈ പോസ്റ്ററുകളിലൊക്കെ ഉള്ളത്. ആ ഫോൺ നമ്പർ മാത്രം കൊടുത്തിട്ട് കാണാമറയത്തിരുന്നു കൊണ്ടാണ് ഇവരുടെ ഈ വ്യാപാരം നടക്കുന്നത്. ഇതിന് എന്താണ് കേരള ഗവൺമെൻറ് അനുശാസിക്കുന്ന ഏതെങ്കിലും നിയമങ്ങൾ ഇവർ പാലിക്കുന്നുണ്ടോ? ഇവർ അങ്ങനെ ഒന്നും പാലിക്കാതെ ജനങ്ങളുടെ പണം തട്ടാൻ വേണ്ടിയുള്ള ഒരു നിലപാടുകളുമായിട്ട് മാത്രമാണ് വരുന്നത്. ഗവൺമെൻറ് ഇതിന് സത്വര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. അവർ ഈ കാശും വാങ്ങിച്ചുകൊണ്ട് ബാങ്കിലോട്ട് പോകുന്നു, ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി അവർ പോകുന്നു, പിന്നെ ഇവരെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, സ്വിച്ച് ഓഫ് ചെയ്തപ്പെടുന്നു. അങ്ങനെ ഒരു കേസ് വെസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പരാതി വന്നിട്ടുണ്ട്. എന്തായാലും സ്വർണ്ണവില കുതിച്ചുയരുന്നതോടെ പണയ സ്വർണം തിരികെ എടുക്കാൻ സമീപിക്കുന്നവരുടെ എണ്ണത്തിൽ അടുത്തിടെ വലിയ വർധനവുണ്ടാകുന്നുവെന്ന് ഇടപാടുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.